നമസ്കാരം. മുൻ ധനമന്ത്രിമാരെ പോലെ കവിതാ ശകലങ്ങളില്ലാതെ ആവശ്യമില്ലാത്ത സാഹിത്യ പ്രയോഗങ്ങളോ ഒന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിലായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ തൻ്റെ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. വമ്പൻ പ്രഖ്യാപനങ്ങളില്ല എന്ന വിമർശനം ഉയരുമ്പോൾ തന്നെ ബജറ്റ് പുതിയൊരു വികസന യുഗത്തിന് ചുവടുവെക്കുമെന്ന വിലയിരുത്തലും സജീവമാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ ഇത്തവണ യാതൊരുവിധ വർധനവും വരുത്തിയിട്ടില്ല. ഇതോടൊപ്പം ശമ്പള പരിഷ്കരണവും കുടിശ്ശികകളുടെ വിതരണവും പ്രതീക്ഷിച്ചിരുന്ന സർക്കാർ ജീവനക്കാർക്കും ബജറ്റിൽ വലിയ തോതിലുള്ള അനുകൂല പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തിന്റെ വികസനങ്ങളുടെ ദിശാസൂചികയായി മാറുന്ന ഈ ബജറ്റ് കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങൾക്ക് മേൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ ഒട്ടനവധി ജനകീയ പ്രഖ്യാപനങ്ങളാലാണ് ശ്രദ്ധേയമാകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ തെറ്റായ കണക്കുകളെയും സാമ്പത്തിക കബളിപ്പിക്കലുകളെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. മുൻ ബജറ്റിലെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെക്കാൻ കിഫ്ബിയുടെയും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ഉൾപ്പെടുത്തി കബളിപ്പിക്കുകയായിരുന്നുവെന്ന് ആമുഖത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലവിൽ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയും ഉൾപ്പെടെ സർക്കാരിന് മേലുള്ള ആകെ സാമ്പത്തിക ബാധ്യത 87,012 കോടി രൂപയാണ്. സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ വലിയ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ വരാനിരിക്കുന്ന ശമ്പള പെൻഷൻ പരിഷ്കരണവും ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കലും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത ഇനിയും വർദ്ധിപ്പിക്കും. വരുമാന വർധനവ്, അടിസ്ഥാന സൗകര്യ വികസനം, വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഭൂലഭ്യത നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാനുമുള്ള വിപ്ലവകരമായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക ബാധ്യതകളെ ചൂണ്ടിക്കാട്ടി 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് സർക്കാരിന് ബാധ്യതയായി നൽകേണ്ടി വരുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ധവളപത്രത്തിന്റെയും പ്രകടന പത്രികയുടെയും അടിസ്ഥാനത്തിൽ സർവ്വതല സ്പർശിയായ ഈ കന്നി ബജറ്റ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. 1.69 ലക്ഷം കോടി രൂപ റവന്യൂ വരവും 2.05 ലക്ഷം കോടി രൂപ റവന്യൂ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ റവന്യൂ കമ്മി 35,355 കോടി രൂപയാണ്. 96 പേജുള്ള ബജറ്റ് പുസ്തകം 1 മണിക്കൂർ 39 മിനിറ്റ് കൊണ്ടാണ് ധനമന്ത്രി കൂടിയായ വി ഡി സതീശൻ വായിച്ചു തീർത്തത്. 1987 മുഖ്യമന്ത്രിയായിരിക്കെ 6 മിനിറ്റ് കൊണ്ട് ബജറ്റ് അവതരിപ്പിച്ച നായനാരുടെ പ്രസംഗമാണ് റെക്കോർഡിലുള്ളതെങ്കിലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മുഴുനീള പ്രസംഗങ്ങളിലൊന്നായും സതീശന്റെ ബജറ്റ് അവതരണത്തെ കാണാം. 96 പേജുള്ള ബജറ്റ് പുസ്തകം വെറും 1 മണിക്കൂർ 39 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം വായിച്ചു തീർത്തത്. 3 പേജ് മാത്രമുള്ളതായിരുന്നു നായനാരുടെ ബജറ്റ് പ്രസംഗം. 2015 ബാർ കോഴയിൽ ആരോപണ വിധേയനായി നിൽക്കെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ കെ എം മാണി ബജറ്റിന്റെ പ്രസക്തമായ ഭാഗം മാത്രം വായിച്ച് മിനിറ്റുകൾക്കകം പ്രസംഗം അവസാനിപ്പിച്ചതും ചരിത്രമാണ്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം ടി.എം. തോമസ് ഐസക്കിൻ്റെതാണ്. 2021 3 മണിക്കൂർ 18 മിനിറ്റ് നീണ്ട പ്രസംഗമാണ് ഐസക് നടത്തിയത്. രണ്ടാം സ്ഥാനത്തുള്ള മറ്റൊരു ബജറ്റ് പ്രസംഗവും ഐസക്കിൻ്റെതാണ്. 2 മണിക്കൂർ 57 മിനിറ്റ് ആയിരുന്നു അത്. ദൈർഘ്യത്തിൽ 3-ാം സ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. 2016 മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ പ്രസംഗം 2 മണിക്കൂർ 54 മിനിറ്റിലാണ് അവസാനിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉമ്മൻചാണ്ടിയുടെ തൊട്ടടുത്തെത്തി 4-ാം സ്ഥാനം നേടി. 2 മണിക്കൂർ 53 മിനിറ്റ് നീണ്ടുനിന്നു ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗം. ബജറ്റിലെ ഏറ്റവും വമ്പൻ പ്രഖ്യാപനങ്ങളിലൊന്ന് കേരളത്തെ ഒരു ആഗോള തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള മിഷൻ സമുദ്ര പദ്ധതിയാണ്. തീരദേശങ്ങളെയും തുറമുഖങ്ങളെയും ടൂറിസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ പദ്ധതിക്കായി 400 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. മുൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടും യാഥാർത്ഥ്യമാകാതെ പോയ വിഴിഞ്ഞം ഭൂഗർഭ റെയിൽവേ, വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്തിനും കൊല്ലത്തിനും ചുറ്റും നിർമ്മാണ മേഖലകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ഹരിത ഇന്ധന സേവനം ലഭ്യമാക്കാൻ വിഴിഞ്ഞത്ത് ഗ്രീൻ ബങ്കറിംഗ് സൗകര്യവും മദർഷിപ്പുകൾ നിർമ്മിക്കാനായി കപ്പൽ നിർമ്മാണ കേന്ദ്രവും ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിലൂടെ റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം കൂട്ടിയിണക്കിയുള്ള ശക്തമായ ഒരു മാരിടൈം സമ്പദ് വ്യവസ്ഥയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ കോർത്തിണക്കി ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, ഉൽപ്പാദനം, ഗവേഷണം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോറും റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോറും ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളാണ്. സാധാരണയായി ധനമന്ത്രിമാർ തങ്ങളെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങൾക്ക് ബജറ്റിൽ വൻതോതിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് കേരളം ഇതുവരെ കണ്ടിട്ടുള്ളത്. കെ എം മാണിയുടെ പാലാ മണ്ഡലവും ഡോക്ടർ തോമസ് ഐസക്കിലൂടെ ആലപ്പുഴയും കെ എൻ ബാലഗോപാലിലൂടെ കൊട്ടാരക്കരയും ഒക്കെ മുൻകാല ബജറ്റുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ വടക്കൻ പറവൂരിന്റെ പേര് ഒരിടത്ത് പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. പറവൂരിനായി പ്രത്യേക പദ്ധതികളൊന്നും തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുമില്ല. തന്റെ ആദ്യ ബജറ്റ് ഒരു പറവൂർ ബജറ്റായി വ്യാഖ്യാനിക്കപ്പെടരുതെന്ന് മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നത് പോലെയായിരുന്നു ഈ നീക്കം തോന്നിക്കുന്നത്.
താൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മണ്ഡലമാണെന്ന് വി.ഡി. സതീശൻ എപ്പോഴും പറയാറുള്ള പറവൂരിനോട് 2001 മുതൽ തുടർച്ചയായി അദ്ദേഹത്തെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത ചരിത്രമാണുള്ളത്. ഇത്തവണ പറവൂരിനായി നേരിട്ട് പദ്ധതികളില്ലെങ്കിലും അന്തരിച്ച പ്രശസ്ത നടനും പറവൂർ സ്വദേശിയുമായ സലീം കുമാറിന് എറണാകുളത്ത് സ്മാരകം നിർമ്മിക്കുന്നതിനായി 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇത് പറവൂരുമായി പരോക്ഷമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ച് ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബായി കേരളത്തെ വികസിപ്പിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. നിക്ഷേപകർക്ക് വേഗത്തിലും സുതാര്യമായും ഭൂമി ലഭ്യമാക്കാൻ ഇൻവെസ്റ്റ് കേരള പദ്ധതിയും സമയബന്ധിതമായി ഭൂമി ഏറ്റെടുക്കാൻ പുതിയ ലാൻഡ് മാനേജ്മെന്റ് നയവും നടപ്പിലാക്കും. ഇതിനായി 2ാം ഭൂപരിഷ്കരണം നടപ്പാക്കുമെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു. ബഹിരാകാശ രംഗത്തെ വലിയ സാധ്യതകൾ മുന്നിൽ കണ്ട് സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്കും ഭൂമി ലഭ്യമാകും. സ്പേസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളം 10,000-ഓളം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സഹായിക്കുന്ന കേരള MSME ഗ്രോത്ത് സ്കീമും ബജറ്റിലുണ്ട്. യുവതലമുറയുടെ നൈപുണ്യ വികസനത്തിന് AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി തൊഴിൽ മേഖലയെ ഉത്തേജിപ്പിക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവറും സ്ഥാപിക്കും. ആരോഗ്യ മേഖലയിൽ കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കാൻ കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി പദ്ധതിക്കായി 100 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. കൊച്ചി ആലുവ പെരുമ്പാവൂർ ബെൽറ്റിനെ ആഗോള ഫർണിച്ചർ ഹബ്ബായും കൊച്ചി തൃശൂർ ബെൽറ്റിനെ ആഗോള സ്വർണ്ണ ഹബ്ബായും മാറ്റാനും ബജറ്റിൽ പദ്ധതിയുണ്ട്. പെരുമ്പാവൂരിൽ ഫർണിച്ചർ ഹബ്ബ് സ്ഥാപിക്കുന്നതിനൊപ്പം വയോജനങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താനും അവർക്ക് സംരംഭകത്വ സഹായം നൽകാനുമായി സിൽവർ എക്കണോമി വികസിപ്പിക്കുകയും അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്യുമെന്നും പ്രഖ്യാപനമുണ്ട്. ബജറ്റിലെ ഏറ്റവും വലിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങളിലൊന്ന് എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതേസമയം ഈ പ്രഖ്യാപനം എടുത്തുകാട്ടി CPM വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കോടാനുകോടി രൂപ ആവശ്യമുള്ള ഈ മെഗാ പദ്ധതിക്കായി ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്ന 10 കോടി അപര്യാപ്തമാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ജനങ്ങളെ അപ്പാടെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഒരു കൺകെട്ട് വിദ്യയാണിതെന്നാണ് CPM വിമർശിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വീതം ഇൻഷുറൻസ് നൽകാൻ ഈ 10 കോടി രൂപ എങ്ങനെ ഒപ്പിക്കുമെന്നും അവർ ചോദിക്കുന്നു. പ്രീമിയം തുകയെ പോലും ആയിരക്കണക്കിന് കോടികൾ വേണ്ടിവരുന്ന ഒരു പദ്ധതിക്ക് തുച്ഛമായി പോയ തുകയാണിതെന്നും അവർ വിമർശനം ഉന്നയിക്കുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊരുക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. റബ്ബറിന്റെ തറവില 200 രൂപയിൽ നിന്നും 250 രൂപയായും വർദ്ധിപ്പിച്ചത് കാർഷിക മേഖലയ്ക്കും വലിയ ആശ്വാസമാണ്. തീരദേശവാസികൾക്ക് പൂർണ്ണമായി പട്ടയം ലഭ്യമാക്കുമെന്നും എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലൈറ്റ് മെട്രോ പദ്ധതികളുടെ പ്രാരംഭ നടപടികൾക്കായും തുക മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാക്കി മാറ്റുന്നതിനൊപ്പം മലബാറിൽ ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുമെന്നത് കായിക പ്രേമികൾക്കും ആവേശം പകരുന്നതാണ്. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകുന്നതിനൊപ്പം കൊച്ചിയിൽ JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം സ്ഥാപിക്കുമെന്നതും പ്രഖ്യാപനമുണ്ട്. ബ്രാൻഡ് കേരള പദ്ധതിയും ബജറ്റിലുണ്ട്. കലാ സാംസ്കാരിക രംഗത്തിന്റെ പുരോഗതിക്കായി കോഴിക്കോട് MT വാസുദേവൻ നായരുടെ പേരിൽ കൾച്ചറൽ പാർക്കും തൃശ്ശൂരിൽ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ മ്യൂസിക് അക്കാദമിയും സ്ഥാപിക്കും. പ്രവാസികളെ നിക്ഷേപകരാക്കി മാറ്റാൻ പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കഴം പള്ളി, മണ്ണാറശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം എന്നിവയെ ബന്ധിപ്പിച്ച് തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് നടപ്പിലാക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് സെന്റർ സ്ഥാപിക്കുമെന്നും മറ്റൊരു പ്രഖ്യാപനമാണ്. സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ ക്ഷാമബദ്ധയും DR മുടക്കം കൂടാതെ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ശമ്പള പരിഷ്കരണ കമ്മീഷനെ കുറിച്ച് ബജറ്റിൽ എങ്ങും പരാമർശമില്ല. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസിപ്പ് സമഗ്രമായി പരിഷ്കരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. അഷ്വേർഡ് പെൻഷൻസ് പദ്ധതിയിലെ അവ്യക്തതകൾ പരിശോധിച്ച് NPS സംവിധാനം പരിഷ്കരിക്കുമെന്നും ബജറ്റ് ഉറപ്പ് നൽകുന്നു. വലിയ സാമ്പത്തിക വരുമാന സ്രോതസ്സുകൾ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന നികുതി നിരക്കുകളിൽ ബജറ്റ് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹന ഉപയോക്താക്കൾക്കായി നികുതി കുറച്ചു. 10 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങളുടെ നികുതി 5% നിന്ന് 3%, 15 മുതൽ 20 ലക്ഷം വിഭാഗത്തിൻ്റെത് 8 നിന്ന് 5% കുറച്ചപ്പോൾ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങളുടെ നികുതി 10 നിന്ന് 15% ഉയർത്തി. ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കുമുള്ള 4% മുദ്രാവില നിരക്ക് വില്ലകൾക്കും ബാധകമാക്കിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി സീറ്റ് ഒന്നിന് 2000 രൂപയിൽ നിന്ന് 900 രൂപയായും സ്ലീപ്പർ സീറ്റിന് 3000 രൂപയിൽ നിന്ന് 1500 രൂപയായും കുറച്ചത് ട്രാവൽ മേഖലയ്ക്കും വലിയ ഉണർവ് നൽകുന്നതാണ്. സംസ്ഥാനത്ത് പുതിയ ജില്ലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായി ഒരു കമ്മീഷനെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് പ്രസംഗത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കും എന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ജനസംഖ്യാ വർധനവ് കണക്കിലെടുത്ത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ സംസ്ഥാനത്തെ വലിയ ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി.
മലപ്പുറം ജില്ലാ വിഭജനം വേഗത്തിലാക്കണമെന്ന് പല രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഇതിനോടകം ആവശ്യപ്പെടുന്നുമുണ്ട്. സമാനമായി മൂവാറ്റുപുഴ, നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്നും പല ഘട്ടങ്ങളിലും ആവശ്യമുയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ ജില്ലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായി കമ്മീഷൻ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ല വിഭജിച്ച് മലപ്പുറം, തിരൂർ എന്നീ ജില്ലകൾ രൂപീകരിക്കണമെന്നാണ് പ്രധാന ആവശ്യം. UDF-ലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. സമസ്ത പോലുള്ള സമുദായ സംഘടനകളും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില മുസ്ലിം സംഘടനകളാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചിരുന്നത്. ജനസംഖ്യ ആനുപാതികമായി വികസനം സാധ്യമാകണമെങ്കിൽ ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന് മുസ്ലിം ലീഗ് MLA കുറുക്കോളി മൊയ്തീൻ മുമ്പ് പ്രസ്താവിച്ചത് ചർച്ചയായിരുന്നു. മലപ്പുറം ജില്ലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പുതിയ ജില്ല ആവശ്യമാണെന്ന് മുൻപ് തന്നെ പല ഘട്ടങ്ങളിലും വാദമെത്തിയതാണ്. അതുപോലെയാണ് വള്ളുവനാട്. പാലക്കാട് ജില്ല വിഭജിച്ച് വള്ളുവനാട് എന്ന ജില്ല വേണമെന്നതായിരുന്നു മറ്റൊരാവശ്യം. പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലുള്ള പ്രദേശങ്ങൾ സംയോജിപ്പിച്ച് പെരിന്തൽമണ്ണ അല്ലെങ്കിൽ ഒറ്റപ്പാലം കേന്ദ്രമാക്കി വള്ളുവനാട് ജില്ല രൂപീകരിക്കണമെന്നത് വർഷങ്ങളായിട്ടുള്ള പ്രാദേശിക ആവശ്യമാണ്. ഭരണ സൗകര്യവും വികസനവും ലക്ഷ്യമിട്ടാണ് ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയവരിൽ പട്ടാമ്പി മുൻ MLA CP മുഹമ്മദ് ഉൾപ്പെടെയുള്ള പ്രമുഖരുണ്ട്. മറ്റൊന്ന് മൂവാറ്റുപുഴയാണ്. എറണാകുളം ജില്ലയുടെ ഭാഗമായി മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്ന ആവശ്യവും മുൻപ് ഉയർന്നിരുന്നു. ജില്ലയുടെ വലിപ്പം ഭരണത്തിൽ തടസ്സമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം. ഇടുക്കിയിൽ ഉൾപ്പെട്ട ദേവികുളം, തൊടുപുഴ നിയോജക മണ്ഡലങ്ങളും മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം നിയോജക മണ്ഡലങ്ങളും പെരുമ്പാവൂരിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്നായിരുന്നു ആവശ്യം. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് ഇത് പുതുജീവൻ നൽകുമെന്ന് വിലയിരുത്തലുമുണ്ടായി. ജില്ലാ രൂപീകരണത്തിനായി പഠനം നടത്തിയ D. ബാബു പോൾ ഉൾപ്പെടെയുള്ളവർ അനുകൂലമായി റിപ്പോർട്ടും നൽകിയിരുന്നു. അതുപോലെ മറ്റൊന്ന് നെയ്യാറ്റിൻകരയാണ്. തിരുവനന്തപുരം ജില്ലയെ വിഭജിച്ച് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് ജില്ല രൂപീകരിക്കണമെന്നതായിരുന്നു മറ്റൊരാവശ്യം. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകൾ ചേർന്ന് നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി ജില്ല രൂപീകരിക്കണമെന്നതാണ് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതിയുടെ ആവശ്യം. സംസ്ഥാനത്ത് വയനാടിനേക്കാളും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണെന്നും അവിടെ മാറ്റമുണ്ടാക്കാൻ ജില്ലാ രൂപീകരണം കൊണ്ടേ സാധ്യമാകുകയുള്ളൂവെന്നും സമിതി ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ഉന്നയിച്ച് 1,00,000 പേരുടെ ഒപ്പുകൾ അടങ്ങിയ ഭീമഹർജി സമിതി ചെയർമാൻ G. ബാലകൃഷ്ണപിള്ള മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. BJPയും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്.